നമുക്ക് ഓരോരുത്തരെ പെരേന്ന് ഓരോരുത്തർ ഓരോ സാധനം കൊണ്ടുവരും. അവരവരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവരും. അത് കേക്കട്ടെ, ഞാൻ കൊണ്ടുവരാ. എന്റെ അവിടെ നിൽക്കട്ടെ, അത് നമുക്ക് ലാസ്റ്റ് തീരുമാനിക്കാം. മറ്റുള്ളവരുടെ എന്തൊക്കെയാണ് ഐറ്റംസ് നോക്കണം. ഞാന് തോരനോ അവിയലോ കൊണ്ടുവരാം. അല്ല അങ്ങനല്ല, എന്തെങ്കിലും ഒന്ന് ഫിക്സ് ചെയ്ത് പറയും. എന്താ കൊണ്ടുവരാ? തോരൻ വെക്കാൻ ഭാര്യയോട് പറയാം. വെച്ച് വരുമ്പോ അവിയൽ പരുവാണെങ്കിൽ അത് അവിയലായിട്ട് ഉപയോഗിക്കാം. അങ്ങനെ ചെയ്യ അങ്ങനത്തെ ഒന്നും കൊണ്ടുണ്ട. ഈ പപ്പടം കൊണ്ടുവന്നാൽ മതി. ആവുമ്പോ പിന്നെ ചെട്ടിയാലും ഉണ്ടാക്കണതാണല്ലോ. ഓക്കെ, അപ്പൊ പിന്നെ ഈ മറ്റേ മണ്ടോതിരി എന്താ കൊണ്ടുവരാ? സാറേ, അടപ്രഥമനില്ലേ? അസല പായസല്ലേ അടപ്രഥമൻ? നമുക്ക് പെരുത്തിഷ്ടാണ് അടപ്രഥമൻ കൂട്ടി കഴിക്കാനുള്ള പഴം. അപ്പൊ പ്രഥമനും പഴവും രണ്ടു കൂട്ടം മേടം കൊണ്ടുവരും. അല്ല, പഴം ഞാൻ കൊണ്ടുവരും. പ്രഥമല്ല, പഴം മാത്രം. സാറേ, ഞാൻ ഹോസ്റ്റലിലല്ലേ, അവിടെ എവിടുന്ന പായസമൊക്കെ വയ്ക്കാൻ പറ്റാ? അപ്പൊ പിന്നെ പാരിജാതൻ എന്താ കൊണ്ടുവരാ? സാറേ, അച്ചാറ് ഞാൻ കൊണ്ടുവരും. പിന്നെ സ്പൂണും, പിന്നെ വിളമ്പാൻ. അല്ല, സ്പൂൺ അല്ലെങ്കിലും വേണമല്ലോ വിളമ്പാനായിട്ട്. ശരി ശരി ശരി. മറ്റേ മൊയ്തെന്താ കൊണ്ടുവരും? നമ്മള് വെള്ളം കൊണ്ടുവരാ. അത് വേണം. വെള്ളം ഇപ്പം കുടിക്കുന്ന വെള്ളമല്ല കേട്ടോ, നമുക്ക് കുടിക്കാൻ കരിങ്ങാലി വെള്ളത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞു. ഞാൻ കുടിക്കാനുള്ള വെള്ളം ഇല്ലെങ്കിൽ പിന്നെ എന്തോ ഓണം. അതില്ലെങ്കിൽ പിന്നെ എന്താ ഓണം അല്ലേ? അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ കരിങ്ങാലി വെള്ളം ഇത്ര വലിയ വസ്തുവാണോ? അല്ല, കുടുംബടക്കം ഓണത്തിന് കരിങ്ങാലി വെള്ളം കുടിക്കല്? അതല്ല സാറേ, പെരേല് ഓള് പറയാൻ പോയതാണല്ലോ, ആരും ഉണ്ടാക്കാനില്ലല്ലോ. അപ്പൊ എനിക്കിത് കിണറ്റിന്ന് കോരിക്കൊണ്ടെന്നാ മതിയല്ലോ. ശരി ശരി ശരി, എളുപ്പമാണ്. അപ്പോ ഒരുവിധം കറിയും കൂട്ടവും സാധനങ്ങളൊക്കെ ആയി. ഇനിയിപ്പോ പ്രധാന ഒരു വസ്തു ഉണ്ടല്ലോ, അത് ചോറ്. അതാരും കൊണ്ടു? എന്താരൊന്നും ഉണ്ടാത്ത ചോറ് ഞാൻ കൊണ്ടു. കണ്ടോ, ഒരു വെള്ളം പറഞ്ഞ് നിങ്ങൾ ഒഴിഞ്ഞു മാറിയില്ലേ? സംഗതി ഓൻ വെള്ളമാണെങ്കിലും അന്നം കൊടുക്കണോർത്ത് ഓന് മടിയില്ല. അത് അലക്കടാ സുഖത. അപ്പൊ ശരി, അത് ഇപ്പൊ എങ്ങനെയാണ് അത് കൊണ്ടുവരുന്ന? ഓട്ടോറിക്ഷയിലോ? ഓട്ടോറിക്ഷ? എന്തിനാ ഓട്ടോറിക്ഷ? അതെന്നും ഞാൻ കൊണ്ടുവരുന്ന പോലെ എന്റെ ബാഗിലെ ചോറ്റുപാത്രത്തിലാക്കിയിട്ട് കൊണ്ടുവരും. അനക്കുള്ളത് മാത്രമേ നമ്മളൊക്കെ മേപ്പോട്ട് നോക്കണം. ബെസ്റ്റ് ഓണം. അല്ല കോയസാറേ, നിങ്ങളെന്താ കൊണ്ടുവരിക? അത് കേക്കട്ടെ. ഞാന് ഇപ്പൊ ഈ പറഞ്ഞ മാതിരി ഈ ജാതി സാധനങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവന്ന ഇവിടെ നെൽത്തിട്ടിട്ട് ആർക്കും കഴിക്കാൻ പറ്റില്ലല്ലോ. അത് പറ്റൂലല്ലോ. അപ്പൊ അതിനുള്ള ഇല അത് ഞാൻ കൊണ്ടു. അത് പറമ്പില് ഒരുപാടുണ്ടല്ലോ, അടുത്ത് വെട്ടി കൊണ്ടുവന്നാൽ മതിയല്ലോ അല്ലേ? എളുപ്പമാണല്ലോ. എന്തിനാ ഇങ്ങനെ സാറേ നിങ്ങള്? അത് നല്ലടോ. ചോറ് ഞാൻ കൊണ്ടുവരും. എല്ലാവർക്കും ഉള്ള ചോറ്, ഇല, പിന്നെ എന്തെങ്കിലും ഒരു കൂട്ടം. അതാണ് കോയസാർ. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം, രണ്ടാമത് ആരും ചോറ് ചോദിക്കരുത്. എന്ത് വർത്താനാണ് കോയസാരെ? ഓണക്കല്ലേ, പള്ളർച്ചും കഴിക്കണ്ടേ നമ്മള്? അങ്ങനെ കഴിക്കണ വെച്ചാ പറഞ്ഞ മാതിരി എല്ലാവരും അവരവരുടെ പാത്രത്തിൽ കൊണ്ടുവരല്ലേ. അപ്പൊ എന്തായാലും സദ്യയുടെ കാര്യം ഒരു തീരുമാനത്തിലായി.